നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗഹാർദ്ദ എന്തിനേണ്ട ലോകത്തുക പരിപാടിയ നേതാവാണ്. കൊന്നുക പറഞ്ഞുകൊണ്ടിട്ടുക കരുണ കാട്ടിയ നേതാവാണ്. ആക്രമിച്ച ആളുകൾ ദുആ നബി തങ്ങള് പിരിസാക്കി കണിക്കത്തെ നേതാവാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമതി കൊടുക വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പോകുന്നു. എല്ലാ നാടും നബി തങ്ങൾക്ക് കാട്ടപാരിട്ട് കാട്ടപൂരത്തിന് റാസിയാക്കി വെച്ചിട്ട് ഹബീബായ തങ്ങൾ കമീസിട്ട് പള്ളിക്ക് പോകുന്നു. നബി തങ്ങളെ മേലേക്ക് ഇങ്ങനെ കാട്ട എറിഞ്ഞിട്ട് സന്തോഷിച്ച കണികത ഒരു പെണ്ണിന്ത് ആ പെണ്ണുകൾ രോഗം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കേട്ടപ്പോ നബി തങ്ങളെ നേരെ പെണ്ണുകളെ കൊണ്ടു. എല്ലാ നാളും അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്ക് പോകുമ്പോ കാട്ട എറിഞ്ഞോട്ടിന്റെ പെണ്ണുക ഒരു നാൾ നബി തങ്ങളുടെ കമീസ് കാട്ട പോലാണ്ടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കേക്കട സ്വഹാബ എന്തേ ഉണ്ട് നക്ക് കാട്ട പോകുന്നില്ല, എന്തേ ആ പെണ്ണുക എന്റെ കാട്ട എരിയൊക്കെ മറന്നുപോയി. നബി തങ്ങളുടെ സ്വഹാബത്ത് ചൊല്ലു നബിയെ അവർക്ക് അല്ലാഹു കൊടുത്തൊരു നബിയെ സീക്ക് പിടിച്ചിര നബിയെ എനിക്കൊടുക്കാവില്ല നബിയെ. ഹബീബായ തങ്ങള് സന്തോഷിച്ചല്ല പെണ്ണുങ്ങള് ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടവണ് ഞങ്ങൾക്ക് എപ്പെങ്കിലും തെരിയാണ്ടവർ നമ്പളാക്കിട്ടില്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നപ്പോ അവനക്ക് അല്ല കൊടുത്തേ പടച്ചവണക്ക് പിന്നെ കാണ്ടില്ലേ അവന്റെ അന്യായത്തെ അല്ലാഹു കൊടുക്കാണ്ട് പൊട്ടുവാനാണ്ട് ചൊല്ലല്ലേ എന്നങ്ങ എങ്കിൽ അങ്ങനെ ജീവത്തെ കാണാറ പിരുസാകുണായ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലേ. എല്ലാ നാളും പള്ളിക്ക് പോകുമ്പോ കാട്ടയെറിഞ്ഞ പെണ്ണിങ്ങ കുശാരില്ലാണ്ട് കിടത്തത്തിലെ ഈ തൊഴിൽ വിഷയം കേട്ടിട്ട് ഹബീബായ തങ്ങൾ നേരെ ആ പെണ്ണിങ്ങളുടെ ഒത്തുക പോയിട്ട് തലപക്ക വെച്ചിട്ട് പടച്ചുകൊണ്ടിട്ട് ചൊല്ലുട അല്ലാഹുവേ ഈ പെണ്ണിങ്ങളുടെ രോഗത്തെ ശിഫയാക്കണോ അല്ലാ. ഹബീബായ തങ്ങളുടെ ദുആത്തെ കാതുകൊടുത്ത ശത്രുവായ നബി തങ്ങൾക്ക് കാട്ടയെറിഞ്ഞ പെണ്ണികളുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ് മുഹമ്മദ് നബിയേ ഇത്തര നല്ല സ്വഭാവമുള്ളേ, ഇത്തര താഴ്മയുള്ളേ, ഇത്തര വിനയമുള്ളേ, ഇത്തര നല്ല കനകത്തെ ഒരു സഹോദര്യത്തെ ഒരു മനസ്സ് നിങ്ങൾക്കുള്ള കനകത്തെ ആളായിട്ട് പോലും നിങ്ങൾക്ക് ഞാൻ അന്യായാക്കല്ല നബിയേ. അതുകൊണ്ട് ഈ തപ്പുകാക്കിയ കനികത്തെ വ്യക്തിയായ എന്നെ മാഫാക്കോറു നബിയേ. ഇനിയുള്ള കാലത്തിൽ നിങ്ങൾ പൊരുത്തത്തോടുകൂടി ജീവിക്കരാ ചൊന്നോട്ടു അല്ലാഹുവിന്റെ റസൂല മുന്നൊരു ഷഹാദത്ത് കലിമ ചൊന്നു മുസ്ലിമായില്ലേ. ബലാത്കാരമായിട്ട് ഇസ്ലാമൊക്കെ കൺവേർട്ട് ആക്കിയിട്ട് ചില ആൾമാർ അപവാദാക്കിടാറ്. ചില ആൾമാർ മുസ്ലിമുകൾ മതാന്തറാക്കണക്ക് വേണ്ടിയിട്ടുള്ള ടീമേ ഉണ്ടോ ചൊന്ന് നടക്കുന്ന ആൾമാരുണ്ടോ. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീന ചൊല്ലോടോ ഒരാളെ നിർബന്ധിച്ചിട്ട് നീ ബലാത്കാരാക്കിയിട്ട് മുസ്ലിമുകൾ കൺവേർട്ട് ആക്കണമെങ്കിൽ നീനാക്കിടെ സ്വറ ഹറാമാണ്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതാ. നിർബന്ധമായിട്ട് മുസ്ലിം കൺവേർട്ട് ആക്കൊണ്ടില്ല. ഇസ്ലാമക്ക് അങ്ങനെ ആള് വേണ്ട, അങ്ങനെ ഇസ്ലാമക്ക് ആളായിടയും അല്ല. നിബിതങ്ങളെ കൊല്ലുക വന്നോടോ ചാക്ക് ഡ്രസ്സിനെ ഉള്ളുക ഒടിപ്പാട്ടി വെച്ച് നിബിതങ്ങൾക്ക് ചാക്കിടുക കാബത്തെ ചുറ്റും നടന്ന കണിക ആൾമാറ് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം കണ്ടിട്ട് ഷഹാദത്ത് കലിമ ചൊന്നത്. എന്തേ നിബിതങ്ങൾ ശത്രുക്കളെ പോലും പിരിസാക്കി. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ് ഇത് بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഏത് പകകാരം അവന് പകകെട്ടും മണിങ്ങ നല്ല കോറു, അവന് അപകാരാക്കും മണിങ്ങ ഉപകാരാക്കോറു, അവന് പെതമ്പ് പറയും മണിങ്ങ നല്ലത് ചൊന്നോറു, അവൻ അന്യായാക്കും മണിങ്ങ അവനക്ക് പ്രത്യുപകാരാക്കോറു, അന്യായം തിരിച്ചിട്ടാക്കോണ്ടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടോ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയുടെ നന്മ കൊണ്ട് പ്രതികരിക്കോറോ. അതുകൊണ്ടല്ലേ അങ്ങനെ സമുദായത്തെ ബാലകാരമാർ അൽഹംദുലില്ലാഹ് കൊറോണ വന്നിട്ട് 100 കണക്കിന് ആൾമാരെ റായത്തിൽ പട്ടിണി കിടന്നപ്പ ഹിന്ദുവാ മുസ്ലിമാ ക്രൈസ്തനാണ്ട് നോക്കില്ല, പാവത്തോണ അവണുക പാതിര ജാവുക പോലും അധ്വാനിച്ച് കഷ്ട വന്നിട്ട് കെട്ടെല്ലാം റെഡിയാക്കിയിട്ട് പോലമണ പുറത്തോണ്ട് പോയിട്ട് ഔദ്യബായിൽ കട കൊടുത്തുല്ലേ. ആരാണ് ഈ ആശയ പരിപാടി? ഹബീബായ നബി തങ്ങളാണ്.
കരുണ കാട്ടിയെങ്കിലും സ്വർഗമുണ്ടോട് പഠിപ്പാടിയ നേതാവിടെ അനുയായികള് അള്ളാന്റെ പള്ളിയിലും മദ്രസത്തിലും ശിക്ഷണ പടഞ്ഞിട്ടാകുത്തുകോ ഏത് ജാതിരോട് പൈച്ചപ്പ പയറുന്നവരോട് നാട് തിന്നരെങ്കിലും നാട് നെയ്ജ മുസ്ലിം അല്ലാഹുവിന്റെ ആശയത്തെ പഠിച്ചത് കൊണ്ടിട്ടോ കൊറോണ വന്ന സമയത്തിൽ പോലും പാവപ്പെട്ട ഇത്തര സമുദായത്തെ ആളുമാർക്ക് സഹായിച്ചില്ലേ? എത്ര മയ്യത്ത് വേണോ? മുസ്ലിമീങ്ങളെ മാത്രമല്ല അനാഥ ശവമായി കിടന്ന കനികത്തെ സ്വന്തം മക്കള് പോലും സംസ്കാര കൊടുക്കുമെന്നുള്ള പറാടിക്കുമ്പോ മുസ്ലിമീങ്ങളായ ബാലകാരമാര് സമുദായത്തെ ബാലകാരമാര് അതാ ഇസ്ലാമേതര ആളുമാരെ ശവ പോലും സംസ്കാരാക്കണു സ്വന്തം ജീവന്റെ പണയം വെച്ചില്ലേ? ആരാണിതൊക്കെ മാതരി കൊണ്ടുണ്ട? ലോകത്തെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ആക്റ്റീവായിട്ട് ഏത് സമയത്തും വിഖായത്തെ ബാലകാരമാര് വിഖായത്തെ അർത്ഥ കൊണ്ടുണ്ട പെണ്ണുങ്ങള് വിഖായത്തെ ബാലകാരമാര് കൂട്ടര പെരകളുടെ വിഖായ ചൊല്ലിത് മാത്രം ഞങ്ങൾ നോക്കിയില്ലേ? വിഖായത്തെ അർത്ഥ കാവലുകാരാ കാക്കിടണോ സംരക്ഷിക്കണോ ആപത്ത് ബാന്ധമാ അപായത്തിൽ കിട്ടിപ്പോകുന്നതുകൊണ്ട് സംരക്ഷിക്കണോ പാവത്തോണ്ട് സഹായിക്കണോ വിധവയായ പെണ്ണുങ്ങളെ സഹായിക്കണോ അനാഥ മക്കളെ സംരക്ഷിക്കണോ ഈ സമുദായത്തിൽ നിർഗതികരായ ആരെല്ലാം ഉള്ളാരാ അങ്ങനെ സഹായിക്കണക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹിതമായ പ്രസ്ഥാനമുണ്ടല്ലേ 25,000-ഓളം വിഖായത്തെ പട്ടാളക്കാരെ അതാ ഈ സമുദായത്തിന് സമർപ്പിച്ചില്ലേ? എന്തൊക്കെ വേണ്ടി പെണ്ണുങ്ങള് പാവത്തോണ്ട് സേവ കൊണുകൂ അഥവാ എന്തെങ്കിലും ഒരു പ്രശസ്തി നേടണുക വേറെന്തെങ്കിലും ഒരു പേര് കേൾക്കണുക വേണ്ടിയല്ല ഹബീബായ തങ്ങളുടെ ആശയത്തെ മുറുകെ പിടിച്ചിട്ട് ഈ സമുദായത്തിൽ പാവപ്പെട്ട ആളുമാരെ സഹായിക്കണുക വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു കുല്ലിൽ യതീമി കല്ലബിർറഹീം കുല്ലിൽ അറാമിലി കസ്സൗജിൽ ലതീഫ്. പാവത്തെ അബ്ബയില്ലാത്ത അനാഥ മക്കൾക്ക് കരുണക്കാട്ടെ ബാപ്പട പോലെ നീനാവണോ? യതീമു മക്കൾക്ക് നല്ല സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുന്ന അബ്ബയുടെ സ്ഥാനത്ത് നീനിക്കണോ? പാവത്തെ വിധവയായ മാപ്പിളയില്ലാത്ത പെണ്ണുക്ക് നല്ല കരുണക്കാട്ടെ മാപ്പിളയുടെ പോലെ നീനാവണോ? എന്തൊരു സാധ്യതയുടെ അർത്ഥ മാപ്പിളയില്ലാത്ത പെണ്ണുക്ക് മാപ്പിളുടെ കണിക്ക് നീനാവണോ ചെന്ന് പാതിരിച്ചാവ് പോയിട്ട് ബായിൽ തട്ടണുണ്ടല്ലോ. പിന്നെ പാവത്തെ പെണ്ണുക്ക് വിധവയായ പെണ്ണുക്ക് മാപ്പിളുടെ കണിക്കാവണോ ചെന്നെങ്കിൽ ഒരു നല്ല ഒരു മാപ്പിളായവണ് ഒരു പെണ്ണുക്ക് വേണ്ടി എത്ര അധ്വാനിക്കലാണ്. നല്ല ഒരു ഭർത്താവായോണ്ട് മാപ്പിലായോണ്ട് ഒരു പെഞ്ഞായിക മക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ്. ആ പെഞ്ഞായി മക്കളെ സുഖത്തിന് വേണ്ടിയിട്ട് അതുപോലെ നീ അധ്വാനിച്ചിട്ട് സ്നേഹം ചൊരിയണോ? അങ്ങനെ കാണണോ നോക്കണോ പിടിക്കണോ മുണ്ടണോട്ടല്ല. പിന്നെ അങ്ങക്ക് വേണ്ടി നീ അധ്വാനിക്കണോ? അങ്ങക്ക് വേണ്ടി നീ പ്രവർത്തിക്കണോ? അങ്ങക്ക് വേണ്ടി നീ സഹായിക്കണോ? അങ്ങനൊട്ടിക്ക് നിക്കൊരു കരുണ വേണോ? പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് പഠിപ്പാട്ടി നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങൾ ചൊല്ലു ലൈസ മിന്ന തന്റെ സമുദായത്തിൽ പെട്ടവനല്ല, തന്റെ ഉമ്മത്തികളിൽ പെട്ടവനല്ല, നെയ്ജ മുസ്ലിം അല്ല. ആര് മല്ലം യർഹമു സഗീറന ചെറിയവരൊട്ടിക്ക് കരുണ കാട്ടാത്തവൻ, ആരോഗ്യം ഇല്ലാത്തവരൊട്ടിക്ക് കരുണ കാട്ടാത്തവൻ, പൈസ ഇല്ലാത്തവരൊട്ടിക്ക് പാവത്തവരൊട്ടിക്ക് കരുണ കാട്ടാത്തവൻ, വിദ്യാഭ്യാസത്തെ വഞ്ചിതമായിട്ട് സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടുകൊണ്ടുള്ള കനിക്കത്തെ തിരസ്കാരത്തെ കൊളകാവിടെ കനിക്കത്തെ വ്യക്തിത്വങ്ങളെ സ്നേഹിക്കാത്തവണോ, അങ്ങനെ കൈപിടിച്ചിട്ട് മുദ്ദാക്കണോ നോക്കാത്തവണോ തന്റെ സമുദായത്തിൽ പെട്ടവണല്ല. ഹിരിയങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആദരിക്കാത്തവണോ, ബഹുമാനിക്കാത്തവണോ, ഹിരിയങ്ങളെ ബഹുമാനിക്കാത്തവണോ ഈ സമൂഹത്തിൽ പാവപ്പെട്ട കനിക്കത്തെ എത്രയോ വയസ്സായ ആളുമാര്
ഒരു നേരത്തെ മറന്നുക പോലും പൈസ ഇല്ലാണ്ട് പള്ളിക്ക് ബേങ്ങി നടക്കുമ്പോഴത്തേക്കു അങ്ങനൊട്ടിക്ക് ഒരു കരുണ കാട്ടാത്ത കണക്കത്തെ ഒരാള് നിങ്ങളുടെ റായത്തില് നിങ്ങളുടെ ജമാഅത്തില് പണ്ട് കമ്മിറ്റിയുടെ നേതൃത്വം കൊടുത്ത കണക്ക് ഇത്തരമാ ഹിരി ആൾമാര് ഇണ്ട് എന്തും മകനൊട്ടിക്ക് സാധ്യമാവാണ്ട് ഒരു നാട് പണ്ട് റബീഉൽ അവ്വൽ ഇതുപോലെ റായത്തിൽ കമ്പയുടെ പ്രവർത്തിച്ച കണക്കത്തെ ആൾമാര് ഇണ്ടങ്ങ ആരോഗ്യമില്ല ഇണ്ടങ്ങ വയസ്സായിട്ട് ഇണ്ടങ്ങ പള്ളിക പണ്ടമേ ഇടയ്ക്ക് കളിക്ക് അഞ്ഞ നിന്നിട്ട് സേക്കിട്ട് പിന്നെ ബദലെ വാപ്പസ് നടന്നോട്ട് പണ്ട് ആ ആൾമാരൊട്ടിക്ക് ബഹുമാന കാട്ടാത്തവണോ എന്റെ സമുദായത്തിൽ പെട്ടവണല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിടെ ജന്മദിനമാണ്. ആ നേതാവിടെ ജന്മദിന ഈ സമൂഹത്തിൽ അത് ജന്മദിനാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പരിപാടിയില്ലെങ്കിൽ പിൻകാലത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആരും ഗൊന്തില്ലാത്ത ആയി പോവാനെ നബിതങ്ങളുടെ കാലത്ത് ಇಂತ നബിതങ്ങ ആക്കിര അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആനിലുണ്ടെങ്കിൽ തെളിവ് റബീഉൽ അവ്വൽ ആക്കണം ഖലീഫമാർ ആക്കിര കേട്ട് നടക്കുന്ന ആൾമാരൊന്ന് ചിന്തിക്കണം. അങ്ങനെ വഞ്ചന കേട്ടിട്ട് അങ്ങനെ ചന്തത്തെ പലക്ക കേട്ടിട്ട് ആറ് വഞ്ചിതരാവത്തിരുന്നതിന്റെ പ്രസംഗം നാം ഇപ്പാട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹാഫിളായ ഒരാൾ കൂടെ ഖുർആൻ പരിശുദ്ധ മുസ്ഹഫ് കൊടുത്തില്ലേ? ആ പരിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങളുടെ കാലത്തിൽ ഇങ്ങനെ ഗ്രന്ഥരൂപത്തിലുണ്ട്. നബിതങ്ങളുടെ കാലത്തിൽ ഗ്രന്ഥരൂപത്തിൽ മുസ്ഹഫ് ഉണ്ടായില്ല. നബിതങ്ങളുടെ കാലത്തിൽ ഹാഫിളീങ്ങളായ ആൾമാരിൽ നബിതങ്ങൾ ഒരു ആയത്ത് ചൊല്ല പപ്പ ബൈഹാട്ടാക്കി വെക്കട ഈത്തപടത്തെ മടൽ എഴുതി വെച്ചോണ്ടിരുന്നാറ്, മതിൽ എഴുതി വെച്ചോണ്ടിരുന്നാറ്, പാത കല്ലിൽ എഴുതിയിട്ട് സൂക്ഷിച്ച് വെച്ചോണ്ടിരുന്നാറ്. ഖുർആൻ ഗ്രന്ഥരൂപത്തിലില്ലാത്ത ഹബീബായ തങ്ങളുടെ വഫാത്തിന് നന്തര ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ കാലത്തിൽ കള്ള പ്രവാദി ആയി ബന്നകനികത്തെ മുസൈലിമ ചൊല്ല ഒരാള് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളനായ മുസൈലിമ ചൊല്ല ഒരാള് നാണ് നബി ചൊന്ന് വാദിച്ച ബന്നകനികത്തെ ഒരാളുടെ എതിർക്കൊരു യുദ്ധം നടന്നെത്തി. ആ യുദ്ധത്തിൽ 700 ഹാഫിദീങ്ങൾ ഷഹീദായി പോയാറ്. ആ 700 ഹാഫിദീങ്ങൾ ഷഹീദായപ്പോ ഉമർ ഖത്താബ് പോയി ചൊന്തു, യാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ ഒരു കാര്യമാക്കണോ, മുസ്ഹാഫിന്റെ ഒരു ഗ്രന്ഥരൂപത്തേക്ക് ഒരുമിച്ച് കൂട്ടണ ഒരു ഓർഡർ ആക്കണോ, ഖലീഫയല്ലേ നിങ്ങ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കേക്കടെ പലക്ക ഒന്നാമത് ഉമരെ അല്ലാഹുവിന്റെ റസൂലാക്കാത്തതിന് ഞങ്ങൾ എങ്ങനെ ആക്കടേ, അല്ലാഹുവിന്റെ റസൂലാക്കാത്തതിന് ഞങ്ങൾ എങ്ങനെ ആക്കടേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഹാദാ വല്ലാഹി ഖൈർ, അല്ലാഹുവിന്റെ റസൂൽ അതാക്കിട്ടില്ലെങ്കിലും അത് ഖൈറാന അബൂബക്കറേ. എന്താ ചൊല്ലാൻ നബി തങ്ങൾ ആക്കിയിട്ടില്ലല്ലേ ചൊല്ലുമ്പോൾ നബി തങ്ങൾ ആക്കിയില്ലെങ്കിൽ അത് ഖൈറായതല്ലേ, ഖൈറായ കാര്യാക്കടേക്ക് നബി തങ്ങൾ ആക്ഷേപം ഇല്ലാണ്ട് ചൊന്നെങ്കിൽ അപ്പൊ നബി തങ്ങൾക്ക് അതിൽ ഖൈറുണ്ട് കൊന്തയില്ലേ കേൾക്കുവാൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ ഖത്താബിനൊക്കെ കേട്ടങ്ങനെ ഉമർ തങ്ങൾ എങ്ങനെ ആക്കരുത്, അല്ലാഹുവിന്റെ റസൂൽ ആക്കിയിട്ടില്ലല്ലേ. ഉമർ ഖത്താബ് ചൊല്ലു, അങ്ങനെ ചൊല്ലണ്ട അബൂബക്കറെ, വല്ലാഹി ഇത് ഖൈറായിട്ടിക്കട്. അങ്ങനെയാണ്, അത് വലിയ സംഭവമാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നിഷേധിച്ചെങ്കിൽ ഈമാൻ ഇല്ലാണ്ടായി പോവും. പിന്നെയാണ് ഖുർആനെ ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടി. ഞങ്ങൾ ഇണ്ടുകാന്റെ തറാവീഹ് നിസ്കാരം പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ഈ കാര്യം ഉണ്ടല്ലേ, ഹബീബായ തങ്ങളുടെ കാലത്തില്ല. നബി തങ്ങളുടെ തറാവീഹ് തുടങ്ങിയിട്ട് 1 2 3 4 നിസ്കരിച്ചിട്ട് തറാവീഹ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ സ്വഹാബികൾ സിംഗിൾ ആയിട്ട് ഓരോരാൾ സിംഗിളിന്റെ ജമാഅത്ത് ഇങ്ങനെയെല്ലാം നിസ്കരിച്ചുകൊണ്ടിരുന്നേ. ഒന്നാമത്തെ ഖലീഫ ഉമർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഭരണം ഏറ്റെടുത്തിട്ട് ആ ഭരണം തീർന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വഫാത്തായിട്ട് രണ്ടാമത്തെ ഖലീഫയായിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അധികാരം ഏറ്റെടുത്തപ്പോ കുറെ ബദലാവണ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ ചില നിയമത്തിൽ. ആ ബദലാവണയിൽപ്പെട്ട ഒരു ബദലാവണയാണ് തറാവീഹ് നിസ്കാരം നബി തങ്ങളുടെ കാലത്ത് നിന്നിട്ടില്ലെങ്കിൽ പോലും അതിനെ പുനർസ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖാണ്. ലോകത്തുള്ള ഒരേ ഒരാളും അതിൽ എതിരഭിപ്രായമില്ല. നിപ്പാട്ടിയതല്ല ഉമർ ഖത്താബ് എന്തൊക്കെ തുടങ്ങിയിട്ട് ഒരു സ്വഹാബികൾ കേട്ടുമില്ല. ഹബീബായ തങ്ങളാകാത്ത കാര്യം ഖുർആനുകും ഹദീസുകും ഇജ്മാഉകും ഖിയാസുകും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരാണോ എങ്കിൽ മാത്രം ആക്കില്ലമ്മ. അതല്ലെങ്കിൽ ഏത് ഖൈറായ കാര്യമാക്കലിൽ ഒരു വിരോധവുമില്ല. ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ട് ആരും കുടുങ്ങി പോയിട്ടുണ്ട്, അല്ലാഹുണെങ്കിൽ ഈമാൻ സലാമത്താക്കാൻ. അപ്പൊ നിന്റെ പ്രസംഗം നിപ്പാട്ടെ നിന്റെ പിരുസപ്പെട്ട മുഅ്മിനീങ്ങളെ ചെറിയ ഒരു സംഭവം ചൊന്നിട്ടു. ഞങ്ങളുടെ സ്വന്തം ജീവത്തെ കാണാൻ അള്ളാന്റെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് വരേക്കും പരിപൂർണമാവാൻ ഞങ്ങളുടെ ഈമാനോട് ചൊന്നില്ലേ, അതിക്ക് വേണ്ടി ഒരു ചെറിയൊരു സംഭവം ചൊന്നു നിന്റെ പ്രസംഗം നിപ്പാട്ടെ.
ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് അവിടെ ബക്കറ്റ് കിടത്തുമ്പോൾ നല്ലോണം സഹായിക്കൊരു പെണ്ണുങ്ങളെ നല്ല നിയത്താക്കിയിട്ട് ഒരേ നാളത്തെ ഫംഗ്ഷൻ ഒരുപാട് ചെലവുണ്ട് വേണ്ടി പൈസ കൊടുത്തതും ഇവിടെ സീരണിയാക്കിയതും കരിയാക്കിയതും ചോറാക്കിയതും എത്രമാ ചെലവുണ്ട്, ആയിരങ്ങൾ ചെലവുണ്ട്. അതൊക്കെ വേണ്ടി നല്ലൊരു സംഭാവന നല്ല നിയത്താക്കിയിട്ട് പണ്ട് വർഷം ഇതുപോലെ റബീഉൽ വരാമ്പത്തു യാ അല്ലാഹ് എത്ര ആൾമാർ ആക്സിഡന്റിൽ മരിച്ചുകൊണ്ടുള്ള മുഞ്ഞാണ്ടിറന്നാണെന്നാണ് കബക്ക ഭാഗത്തുള്ള വാഴക പോകുമ്പോൾ കാസർഗോഡ് വരുമ്പോ ഒരു പുതിയ ബൈക്ക് നമ്പർ എന്തോ ആയിട്ടില്ല, രജിസ്റ്റേർഡ് സ്റ്റിക്കർ കാർഡ് ഒരു ബൈക്ക് വന്നിട്ട് അങ്ങനെ കണ്ണെടുത്തിട്ട് ഒരു ഗവൺമെന്റ് ബസ്സിൽ അടിക്കുന്നുകൊണ്ട് പോയി. രണ്ട് ബാളകാരന്മാർ ഏത് ജാതിയിൽ പെട്ട ആൾമാർ നോക്കിയിട്ടില്ല. രണ്ട് ബാളകാരന്മാർ അപ്പനെ എടുത്തിട്ട് കൊണ്ടുപോയാലങ്ങൾ കണ്ണിടെ എതിരിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ 4 പോയതൊക്കെ അപകടങ്ങൾ കൂടിയോണ്ടുണ്ടു. സഡൻ മരണ നോക്കോറുണ്ടെങ്കിൽ രായത്തിൽ ഇന്നലല്ല മുന്നല്ലേ പന്നിൻ രാജാവ് ഇസ്മായിൽ മുസ്ലിയാർ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. ഫുജഅത്തുൽ മൗത്ത് സഡനുള്ള മരണ ഈ മരണ ഈമാനുള്ള ഒരാൾ മാർഗത്തെ നല്ലതായിട്ടുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങുക അവിടെ. അല്ലാഹുവേ സഡനുള്ള മരണത്തിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. സ്വതക്ക എല്ലാ മുസീബത്തിലും തടയിലെ പെണ്ണുങ്ങളെ നല്ല സംഭാവന കൊടുക്കുക അല്ലാഹു ഖബൂലാക്കട്ടെ. ചൊന്നോട്ട് വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീമത്തെ കാണയാറ പിർസാക്കൽക്കത എത്രയോ സ്വഹാബികളുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വലിയ പിർസത്തെ സ്വഹാബിയാൻ ഹബീബായ തങ്ങളുടെ ജീമ പോലെ സ്നേഹിച്ച സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ആ ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഒരു നാൾ ബിരുന്താക്കണു തീരുമാനാക്കടേ. ഹബീബായ തങ്ങൾക്ക് ബിരുന്താക്കണു. ആ ജാബിർ റളിയല്ലാഹു അൻഹു പെഞ്ഞായിരൊട്ടിക കേക്കട പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ കൊന്നാണ് ബിരുന്താക്കട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാണ് ബിരുന്താക്കട. ഹബീബായ തങ്ങള് ബിരുന്ദക്ക് പറയുമ്പോൾ ഇനി എന്തിര ഗമ്മത്താക്കട. ജാബിർ റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായിച്ചുള്ളു നല്ല റൊട്ടി നാണ് ചുട്ടുപേക്കര. ജാബിർ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു ആടർത്തിട്ട് ആ ആട തോലല്ല ഉറിഞ്ഞിട്ട് ഇറച്ചാക്കിട്ട് പീസാക്കി പെഞ്ഞായിരട്ടിക്ക് കൊടുത്തിട്ട് നല്ല കരിയാക്കുക ചുള്ളോടും ചുരുക്കിട്ട് ചുള്ളുടെ പെണ്ണിങ്ങള് നല്ലോണം ആലോചന കോടും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ആടർക്കൊമ്പത്തു ജാബിർ റളിയല്ലാഹു അൻഹുടെ ചെറിയ കിടാവ് മുട്ടമേ ഉണ്ടോ. ജാബിർ തങ്ങൾക്ക് 2 മക്കളാണ്. ആ ജാബിർ തങ്ങളെ വലിയ മോണു കളിക്കുക പോയിട്ട് ചെറിയ മോണു ആടർക്കുമ്പോ ബാപ്പയുടെ കൂടെയുണ്ടോ. ഹബീബായ തങ്ങളുടെ മുട്ട ജാബിർ റളിയല്ലാഹു അൻഹു പോയിട്ട് നബിയെ നന്റെ ഉത്തുറു തങ്ങൾക്ക് ബിരുന്നുണ്ടോ നബിയെ. ഹബീബായ തങ്ങളും ഒരു ചില്ലാര സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുമ്പോ തെരുടെ നടുവില് ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പോകുമ്പോ ഹബീബായ തങ്ങളെ മുട്ട ജിബ്രീൽ ഇറങ്ങി വന്ന് ചൊല്ലുടോ യാ റസൂലല്ലാഹ് എവിടേക്ക് പോണ്ടേ നബിയേ. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ജാബിർ ഔതുക ബിരുന്ദക്ക് മുഖറബുൽ അംലാകായ ജിബ്രീൽ ചൊല്ലുടോ അല്ലാഹുവിന്റെ റസൂൽ ജാബിർ ഔതുക പോണ്ടതിൽ വിരോധമില്ല. പക്ഷേ ജാബിർക്ക് 2 മക്കളുണ്ട് നബിയേ. ആ മക്കളെ മുട്ട ദൈപ്പാട്ടിട്ട് അല്ലാഹുവിന്റെ നബി തങ്ങൾ തിന്നുക തീരാ. ഹബീബായ തങ്ങൾ നേരെ ജാബിർ റളിയല്ലാഹു അൻഹു ഔതുക ജാബിർ റളിയല്ലാഹു അൻഹു ഔതുക എത്രയ്ക്ക് മുന്നല്ല അവിടെ ഒരു സംഭവം നടക്കട്. കളിക്കൊടുക പോയ ജാബിർ റളിയല്ലാഹു അൻഹുടെ വലിയ കിടാവ് വന്നപ്പ ആ ചെറിയ കിടാവ് കേക്കട മോനെ മൂത്തോണ്ടിട്ടിക കേക്കട കാക്ക പാപ്പ ആടർത്തെ ഗണകൊന്തുണ്ട പാപ്പ ആടർത്തെ ഗണകൊന്തുണ്ട. ആ വലിയ മോണു ചൊല്ലു ഇല്ല എനക്ക് ഗൊന്തില്ല ചൊല്ലുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുടെ ചെറിയ കിടാവ് ആ പാപ്പ ആടർത്തെ ബള്ളിരയും നല്ല മൂർച്ചയുള്ള ചാക്കട ഗുണ വന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുടെ വലിയ മോന്റെ 2 കൈയും കാലും നല്ല ചന്ത കെട്ടിട്ടിട്ട് അതാ കൽത്തുക ചാക്ക് വെച്ചിട്ട് അർക്കിട്. സുബ്ഹാനല്ലാഹ് അർത്തിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുടെ വലിയ കിടാവുടെ തലമേ കയ്യില് വണ്ട്. ചെറിയ കിടാവ് എന്ത് കേട്ടു കൊത്തില്ല നേരെ ഉമ്മയുടെ കയ്യില് ഗുണ പോയിട്ട് അടുപ്പുകാരുടെ റൊട്ടിയും കരിയും ആക്കിക്കൊണ്ടുള്ള ഉമ്മയുടെ മുട്ട ഗുണ പോയി കാട്ടിട്ട് ചൊല്ലൂടോ ഉമ്മ അബ്ബ ആടെ അർത്ഥതുപോലെ
പൈസയെങ്കിട്ട് ഓടി വന്നു നോക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുടെ മോണ് ആട് പോലെ ചോരൽ പുറണ്ട് കിടന്നിട്ടുണ്ടോ. ഉമ്മക്ക് സലിക്കൊണുകയില്ല. ഉമ്മയുടെ അറബായും പുൽപ്പു കണ്ടിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുടെ ചെറിയ മോണു എന്തോ ഒരു യാറകളുടെ ആയി പോയിരുന്നു പേടിച്ചിട്ടുണ്ടല്ലേ. ചെറിയ കിടാവ് ഓടി പോയിട്ട് മാലികരെ കീഴുകളായിക്കിട്. ജാബിർ റളിയല്ലാഹു അൻഹുടെ ചെറിയ കിടാവും അതോടെ മയ്യിത്തായി പോയിട്ട് രണ്ട് മക്ക മരണപ്പെട്ടു പോയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുടെ പിഞ്ഞായിക വല്ലാത്ത ബേജാറാണ്. പടച്ചോട് മാപ്പിളയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബിരുദ കൂട്ടിയോ പണ്ടേ ചൊന്നു പോയത് ഹബീബായ തങ്ങളെ പറമ്പത്തു ഈ രണ്ട് മക്കളെ മയ്യത്ത് കണ്ടെങ്കിൽ നബി തങ്ങൾ ഞങ്ങളെ ഔത്തുളു തിന്നുക, നബി തങ്ങൾ ഞങ്ങളെ ഔത്തുളു വന്ന് ബിരുദ സ്വീകരിക്കുക. അതുകൊണ്ട് രണ്ട് കിടാവിടെ മയ്യത്തിലെ തൽക്കാലം നബി തങ്ങൾക്ക് കൊന്താക്കര വേണ്ട ചൊന്നോട്ടു. ഈ ാണ് നോക്കണ പെണ്ണുങ്ങള് ആ രണ്ട് മക്കളെ മയ്യത്തിന് ഗുണം പോയിട്ട് കിടക്കൽ ഇങ്ങനെ അതാ ഔത്ത ഉൾക കട്ടിയില്ല കിടപ്പാടിയിട്ട് ആ മയ്യത്തിന് മേലുക ഒല്ലി മുച്ച് വീക്കര്. ഹബീബായ തങ്ങൾ ഔത്തുക വന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു നല്ല ആണ്ടരക്കരിയും റൊട്ടി കൂടെ പോയി നബി തങ്ങളെ എതിർന്ന് വയ്ക്കുമ്പോ തോകൂ ഹബീബായ തങ്ങള് കേക്കട ജാബിര മക്ക എവിടുണ്ടോ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഈ വിഷയമൊന്നും കൊന്നില്ല. നേരെ അടുപ്പുകാരക പോയി പെഞ്ഞായിട്ട് കേൾക്കുമ്പോ പെഞ്ഞായി ചൊല്ലും മക്കയുടെ കളിക്കുക പോയിട്ട് വേണ്ടി തിന്നോറോ. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളൊട്ടിക്ക് വന്ന് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തിന്നാണ്ട് സുമാറ് നേരെ കാത്തതേക്കിട് ബദലേ കേക്കട് ജാബിര മക്ക ബന്തല്ലേ. ജാബിർ റളിയല്ലാഹു അൻഹു ബദലേ ഉൾക പോയിട്ട് പെഞ്ഞായിരൊട്ടിക്ക് കേൾക്കുമ്പോ പെഞ്ഞായി ചൊല്ലും മക്ക ബന്നിട്ടാണിങ്ങ തിന്നോറോ. ഹബീബായ തങ്ങൾ പിന്നെയും കാത്തുതീക്കട് നബി തങ്ങൾ മൂന്നാമത്തെ പെട്ട ചൊല്ലുട ജാബിര മക്ക ബന്നിട്ടല്ലാണ്ട് നാണ് തിന്നാല. അപ്പ ജാബിർ റളിയല്ലാഹു അൻഹു ഉൾക പെഞ്ഞായിരൊട്ടിക്ക് കേക്കട് എന്ത് ഇന്നെ കളവ് ചൊല്ലേ കിടാവ് ഉടുക പോയിട് മക്ക എവിടുക പോയിട് അല്ലാണ്ട് റസൂൽ തിന്നില്ലൗല എന്റെ മക്ക പറയാണ്ട് നബി തങ്ങൾ തിന്നില്ലൗല ചൊല്ലുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായി പുൽപൊട്ടുടു കണ്ടല് ചോര കടിക ഇങ്ങനെ തണ്ണി എറിഞ്ഞിട്ട് ചൊല്ലോടു ഞങ്ങളുടെ മക്ക ഇന്ന് പണ്ടില്ല. ഹബീബായ തങ്ങള് കാത്തിട്ട് പ്രയോജനമില്ല. രണ്ട് മക്കളെ മയ്യത്തിന് മാപ്പിളക്ക് കാട്ടിക്കൊടുക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹുടെ മനസ്സ് പൊട്ടിപ്പോയത് പെണ്ണുങ്ങള് സ്വന്തം പാപ്പയല്ലേ രണ്ട് മക്കളെ മയ്യത്ത് കണ്ട് എത്തരമാ സഹോദരന്മാര് എത്തരമാ ഉമ്മമാര് പാപ്പമാര് അങ്ങനെ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാര് ബൈക്കിൽ പോയിട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് മയ്യത്തായി പോസ്റ്റ്മോർട്ടമായി പറമ്പോ തോന്നു ഉമ്മ അവിടെ നൊമ്പല കാണുകയില്ല. എന്റെ പിരിസപ്പെട്ട സഹോദരന്മാര് ബൈക്കില്ലെങ്കില് അല്ലാഹു തന്റെ നിഅമത്തില്ലെങ്കില് അതെല്ലാത്തും ഒരു നിയമവും സിസ്റ്റമും ഒരു ശിസ്തുണ്ട് പെൺ സഹോദരന്മാര്. ആ ശിസ്തുക്ക് എതിരായിട്ട് അഹങ്കാരത്തിൽ നടക്കുമ്പോ പലവിധത്തെ അപകടങ്ങളിൽ പെട്ടിടുന്ന മരണപ്പെട്ടു പോകുമ്പോ സ്വന്തം ഉമ്മടെ ബാപ്പടെ കണ്ണിട തന്നെ ഈത്തപാട്ടോട് കൊണ്ട് അങ്ങനെ മരണക്കാരനാവുക തീരാ. ഹബീബായ തങ്ങളുടെ മുട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് ചൊല്ലുടോ നബിയേ നിന്റെ മക്ക പണ്ടില്ല നബിയേ നിന്റെ രണ്ട് മക്കളും മരണപ്പെട്ടു പോയിരു നബിയേ. ഹബീബായ തങ്ങളുടെ ജാബിർ റളിയല്ലാഹു അൻഹു ഒട്ടിക ചൊല്ലുടോ ജാബിരെ നാടകടെ തിന്നോടോ നാട് തെരുളിങ്ങനെ നിങ്ങളെ പിറകെ നടന്നോട്ട് പറവത്തുകൂ. അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ നെഞ്ചൊട്ടിക വന്ന് ചൊന്നോടു നബിയേ ജാബിറിന് ബിരുദക്ക് പോണ്ടതിന് അഭ്യന്തരമില്ല. പക്ഷെ ജാബിറിന്റെ മക്കളെ വിളിച്ചിട്ടല്ലാണ്ട് തിന്നണ്ട നബിയേ. ആ മക്കളെ മുട്ട ദൈപ്പാട്ടിട്ടല്ലാണ്ട് തിന്നുക തീരാണ്ട് ജിബ്രീൽ നെഞ്ചൊട്ടിക ചൊന്നോടോ ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങള് തിന്നുക വേണ്ടിട്ട് മയ്യത്തായി കിടന്ന രണ്ട് മക്ക കട്ടിയില്ല വിധങ്ങളെ മുട്ട പണ്ട്. ആ നേതാവുടെ ജന്മദിനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ രണ്ട് മക്കളെ അല്ലാഹു ഹയാത്താക്കി കൊടുത്തുല്ലേ.
മരണപ്പെട്ടു പോയ മയ്യത്തിനെ ജീമാ കൊണുകുള്ള മോചിതത്തെ ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ മയ്യത്തിനെ രണ്ടാമത് ജീമാക്കളെ മാത്രമല്ല വണങ്ങിയ കുമ്പായ മരത്തെ പീസ് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പുൽപൊട്ടിട്ട് പറക്ക പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങള് وتذلل بين يديك واستجارك يا حبيبي عندك لبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നബി തങ്ങൾക്ക് ബിരുദാക്കണക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്ക മയ്യത്തായിട്ട് പോലും അതിനെ മറച്ചു പോയിക്കൊടുക്കും പെണ്ണിങ്ങ പ്രയത്നാക്കിയത് ഈമാനാൻ നബി തങ്ങളുടെ പിരിസം കൊണ്ടിട്ടോ ഹബീബായ തങ്ങളുടെ ഔത്തുക വന്നു നോടുമ്പോ മക്ക മറിച്ചിട്ട് കൊന്തായെങ്കിൽ തിന്നാലെ ചൊന്ന് പേടിച്ചിട്ട് സ്വന്തം മക്കളെ കാണവില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്താണ്. അതാണ് പെണ്ണുങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാത്തെ കാനയാറെ പിരിസന്നകര മനസ്സ് പറഞ്ഞു. ആ പിരിസൻ നേരാവിടെ പകുന്നുണ്ട നബി തങ്ങളെ ആദർശത്തെ ഞങ്ങളെ ജീവനത്തിൽ പകർത്തുമ്പോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബീബായ തങ്ങളുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് തീർച്ചയായും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നബി തങ്ങളുടെ ഹഖ് ജാഹ ബറകത്ത് കൊണ്ട് ഈ സദസ്സ് അല്ലാഹു ഖബൂലാകട്ടെ.